അമ്മ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയതായിരിക്കും അല്ലേ? ഞാനേതായാലും കൂട്ടുകാർ വരെ പോയിട്ട് വരാം. അപ്പൊ പിന്നെ ഞങ്ങൾ എവിടെ പോവാ? അല്ല, നീ എന്നത്തിന് ഒരുങ്ങിയതാ? ഞങ്ങള് ടൂർ പോകാൻ ഇറങ്ങിയതാ. ടൂർ പോകാൻ എവിടെ പോയി? ആകെ ഒരു ഞായറാഴ്ച വീട്ടിലിരിക്കും, അല്ലാത്ത ദിവസം മുഴുവൻ പണിയോട് പണി. ഞായറാഴ്ച ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ ഇത്രയും നേരം കിടന്നുറങ്ങിയില്ലേ? ആരുറങ്ങി? ഇനി വൈകുന്നേരം ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകണം, ഞങ്ങളും കൂടെ വരുക. അത് കൊള്ളാം. നോക്കി എല്ലാം ഒരുങ്ങി കെട്ടി അതിലെ മാറി മാറി നിൽക്കുന്നുണ്ടോ? ആണോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ആ തൊട്ടപ്പുറത്തെ അവിടെ ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, ചുമ്മാ അവിടെ നിന്ന് പോയി നോക്കാം. അമ്മ കണ്ടിട്ടില്ല, പാറക്കടവ് വാട്ടർഫോൾസ് എന്ന് പറയും. രാവിലെ ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെയാണ്. റെഡി ആയിക്കോ, പോയേക്കാം അവിടെ പോകാം ഇവിടെ പോകാം എന്നെല്ലാം പറയും. അത് കഴിയുമ്പോ ഇച്ചിരി കഴിയട്ടെ, എന്നാ ഉച്ച കഴിയട്ടെ, ഉച്ച കഴിയുമ്പോ ഇനി അടുത്ത ആഴ്ച ഞാനിവിടുത്തെ സത്യമായിട്ട് അമ്മ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയതാണ്. മുഴുവൻ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനേ ഇലയെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല തെളിവായി, അല്ലെ? മൊത്തം വെട്ടം വീണു. വെട്ടം വീണതിന്റെ ഒക്കെ പഠിച്ചോളൂ, വെയിലങ്ങോട്ട് തെളിയട്ടെ. മഴ ഇനിയിപ്പോ എന്നാണ്? മഴ പെയ്തെന്ന് പറഞ്ഞാലും പെട്ടെന്നൊന്നും ഇല എങ്ങനെ ചാടിക്കേറി കിളുത്തു വരികയല്ലേ മരത്തേല്. കുറച്ച് സമയം എടുക്കും. മുട്ടയടിച്ച പോലെ വെട്ടി വെച്ചല്ല. ഇന്നിവിടെ കോൺക്രീറ്റ് ചെയ്തോണ്ടേ വണ്ടി താഴെ കൊണ്ടിട്ടേക്കുക. കുറച്ച് ഭാഗം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തല്ലായിരുന്നു, ഇവിടെ കൂടെ മൊത്തം ചെയ്ത് നനയ്ക്കണം. നാളെ രാവിലെ നനച്ചാൽ മതി. ഇന്നിപ്പം മഴ നനയ്ക്കണ്ട, മഴ പെയ്തില്ലെങ്കിൽ നാളെ രാവിലെ നനയ്ക്കണം. മഴയൊന്നും പെയ്യുകയില്ല. ആണോ? താഴെ വരെ ചെല്ലണം. താഴെ വരെ ചെല്ലണം. താഴെ വരെ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഒത്തിരി നടക്കാനൊന്നുമില്ല, ആകെപ്പാടെ 100 മീറ്ററല്ലേ ഉള്ളൂ. നല്ല രസമല്ലേ ഈ അലഞ്ഞി നിൽക്കുന്നതൊക്കെ. അമ്മ വൈകുന്നേരം ഈ മാസം എല്ലാ ദിവസവും പോയല്ലേ അമ്മേ? ഇല്ല, 3 ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയെന്ന് പോയില്ല. അന്ന് പോയില്ലല്ലേ? എല്ലാ ദിവസവും പോകും. അപ്പൊ 3 ദിവസത്തെ ഫലമില്ല കേട്ടോ. കർക്കിടക മാസത്തിൽ ഞാൻ ഒരു ദിവസം പോയാലും എനിക്ക് ഫലം കിട്ടും. അത് മതി. വണ്ടി ഇവിടെ കിടപ്പുണ്ടോ, പോയി കേറിയാലോ? വണ്ടി തണലൊക്കെ നോക്കി അവിടെ ആലിന്റെ ചോട്ടിൽ കറക്റ്റായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാ കേട്ടോ. തൊഴുതിട്ട് പോന്നാ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒരു 10-200 മീറ്റർ മുന്നോട്ട് വരുമ്പോഴുണ്ട് ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടേ. ആ കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടാ കുഴുത്തുള്ളൂർ റോഡിലോട്ട്. ഇതിലേ പോവാം. വഴി ചെറിയ വഴിയാ, 2 സൈഡ് ഏലത്തോട്ടമൊക്കെയാ. കാണുന്നത് ചെമ്പരത്തി തോട്ടോ. അതൊക്കെ അങ്ങനെ. ഈ ഏരിയ എല്ലാം മൊത്തം ഇതുപോലെയാ. കുഞ്ഞി ഇതിലേ പോയിട്ടുണ്ടോ? കുഞ്ഞി ഞാൻ പോയിട്ടില്ല. ആണോ? ഇതിലെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മള് കുഴുത്തുളു കമ്പംമെട്ട് റോഡിലോട്ടാ ചെന്ന് കയറുന്നത്. നമ്മളിതിലെ വന്നിട്ടുണ്ട്, പക്ഷേ രാത്രിയിലായിരുന്നു വന്നത്. അതെയല്ലേ? എങ്ങനെയുണ്ട്? നല്ല വഴിയല്ലേ? നല്ല വഴിയാ. ഇവിടെ അടുത്തേ കുറച്ചേ ഉള്ളു. എന്നോട് ഇന്നാള് ആരോ പറഞ്ഞ അവിടെ ഒരു കുളിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമുണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ പോലത്തെ ഒരു നല്ല സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കാം. അടിപൊളി വീടല്ലേ, നിറയെ പൂക്കള്. എന്ത് പൂക്കളാന്ന് നോക്കി അവിടെ. തോർത്തൊക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നോ ഇവരോട്? ഇല്ല പറഞ്ഞില്ല. വീട് അടുത്തല്ലേ, എനിക്ക് കാണണം നല്ല വെള്ളമാണെങ്കിൽ. നമുക്ക് ഈ ആഴ്ച നോക്കാം, നല്ല വെള്ളമാണോ നോക്കിയിട്ട് അടുത്ത ആഴ്ച വന്ന് ചാടാം. അടുത്ത ആഴ്ച ആകുമ്പോ അന്നേരം ആ വെള്ളം മാറി വേറെ വെള്ളം വരും. അതെ, ഈ ആഴ്ച നല്ല വെള്ളമാണെങ്കിൽ ഈ ആഴ്ച തൊട്ട് എല്ലാ ദിവസവും വന്ന് ചാടണം. ഭയങ്കര ഫിറ്റിംഗ് അല്ലേ? കുഞ്ഞി ഇന്ന് ആറ്റി ചാടാൻ വേണ്ടി കോരത്തോടിന് പോകാന്ന് പറഞ്ഞ കുഞ്ഞിയാ. ആ സൈഡിൽ കണ്ടോ കുഞ്ഞി? അത് കണ്ടോ? ഒരു വലിയ മരം കണ്ടോ? ഒരു ആല് പോലത്തെ കണ്ടോ? അതിന്റെ ഷേപ്പ് കണ്ടോ? മരത്തിന്റെ വേരാണോ അത്? വേരാ. അവിടെ വലിയൊരു കുളമുണ്ട്. ഇത് ഈ വഴി മുന്നോട്ട് കണ്ടോ ചെന്ന് നമ്മൾ ആ മെയിൻ റോഡ് കണ്ടോ? ഈ ജംഗ്ഷൻ നമുക്ക് അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് വീടിന്റെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഇവിടം വരെ ഉള്ളൂ. ഈ മെയിൻ റോഡ് ചെന്ന് ഈ മെയിൻ റോഡാണ് കമ്പംമെട്ട് കുഴുത്തുളു ഒക്കെ മെയിൻ റോഡായത്.
ഇത് കേട്ടോ, ഇതാണ് കമ്പംമെട്ട് കുഴുത്തോളു മെയിൻ റോഡ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് ആദ്യം അവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു, അവിടെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് താഴെ വലത്ത് സൈഡിലോട്ട് പോകണം, വെള്ളച്ചാട്ടത്തിന്റെ അവിടെ. ആദ്യം ഇവിടെ നിന്ന് പോയി നോക്കാം. ആ, ഇവിടെ കേട്ടോ കുഞ്ഞി കുളിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ വെള്ളത്തിനെ ഒരു കളർ വ്യത്യാസമാണ്, കലക്ക വെള്ളമാണ്. കലക്ക വെള്ളമാണ്. വെള്ളം തെളിയുന്ന സമയത്ത് നമുക്ക് വരാം കേട്ടോ. നല്ല രസമുണ്ടല്ലേ. എന്തായാലും എന്റെ പ്രതീക്ഷയായിട്ടില്ല, വെള്ളച്ചാട്ടം ഇല്ലേ അവിടെ കൂടെ പക്ഷേ ഇതേ മഴയില്ല, എന്നിട്ടും കലങ്ങിയ വെള്ളം വരുന്ന. ഇനിയിപ്പോ 2 ദിവസം ആയാലേ ഉള്ളൂ മഴ കുറവായിട്ട്. ഈ ഭാഗത്തല്ല ഇങ്ങനെ വെള്ളത്തിന്റെ കളർ. വെള്ളം കലങ്ങിയാണല്ലോ. ഇവിടെ എത്ര നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, നിങ്ങൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇല്ല വരുമ്പോഴല്ലേ വരുന്നേ. ഞാണ്ട് അതുകൊണ്ട് അവിടെ ഇരുന്ന് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ടോ. അതെ, ചൂണ്ടയിടുന്നിടത്ത് പോകാൻ പറ്റുമോ? ചൂണ്ടയിടുന്നിടത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിലെ പോകാൻ നോക്കാം. ഇതുവഴി വഴിയാന്ന് തോന്നുന്നു, ഇതുവഴി നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇപ്പൊ ചെള്ളയൊന്നുമില്ല, പക്ഷെ അപ്പുറത്തോട്ടെല്ലാം വെള്ളവാ. അതിനകത്തല്ല അല്ലേ. ഇവിടെ വഴിയാ. ഇത് വലിയൊരു കുളമാണ് കേട്ടോ കുഞ്ഞി. ഇവിടെ ചാടാൻ പറ്റത്തില്ല, ഇവിടെ ചാടിയാ കിട്ടും തോന്നുന്നില്ല. എങ്ങനെയുണ്ട്, നല്ല ഭയങ്കരം കുളമല്ലേ. കേറി ചെല്ലുന്ന ഒരു വലിയ കുളത്തിലോട്ടാ. ഇത് മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നല്ലേ. അടിപൊളി. അവിടെ ആൾക്കാർ ചൂണ്ടയിടുന്നൊക്കെ ഉണ്ട്. അവിടം വരെ പോയി നോക്കാം നമുക്ക്. കേറി വാ. ചെളിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും വൈബുള്ളൊരു സ്ഥലം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. അതല്ലേ. ആണോ? എന്നാലും ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു മീനെ കിട്ടി. ഞങ്ങൾ ചുമ്മാ അതിലെ പോയപ്പം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാ. മീനുണ്ടല്ലോ അമ്മേ. ഒന്നല്ല 2-3 ഉണ്ട്. എന്തിയാടാ കുഞ്ഞി? ഇതുണ്ടല്ലോ, ഇതൊരു പ്രൈവറ്റാ കേട്ടോ. ഇത് നമ്മൾ ചൂണ്ടയിടുന്ന കണ്ടോണ്ട് കയറി എന്നുള്ളതേ ഉള്ളൂ. ആ ചൂണ്ടയിടുന്നൊക്കെ ഈ കുളത്തിന്റെ ഓണറുടെ പണിക്കാരാ കേട്ടോ. അവിടെ അവരെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് കേട്ടോ. പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കൂടെ വന്നിരുന്നിരിക്കുന്നുണ്ടോ ചൂണ്ടയിടാൻ. ഭയങ്കര വലിയ മീനുണ്ടോ ഇതിനകത്ത്. മറ്റേ ഗോൾഡ് ഫിഷൊക്കെ ഭയങ്കര മീനുണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഇടുന്നുണ്ട്. മുമ്പേ കണ്ടില്ല മീനെ. അത് ഗോൾഡ് ഫിഷിന്റെ ചെറിയ മീനാണ്. ഇവിടെയൊക്കെ ചന്ദനമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതിന്റെ നേരെ ഒരു ചന്ദനം നിൽക്കുന്നുണ്ടോ. ഇതൊരു ചന്ദനമരമാണ് കേട്ടോ. ഇതും അതെ, ഇതുണ്ട് ആ കുളത്തിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഇതല്ല, അതിനപ്പുറത്തെ അതും 2 എണ്ണം ചന്ദനമാണ്. നമുക്കെന്നാലേ ഇതും കണ്ടോണ്ട് നിന്നാ മതിയോ? നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോവാം. എന്നാ അവിടെ കൂടെ പോയി നോക്കിയിട്ട് പോവാം അല്ലേ. ചന്ദനം വേണമേ? വേണേ ഒന്ന് ചാരിക്കോ. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുന്നു. എങ്ങനെയുണ്ട് സംഭവം? എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? പൊളിസ്ഥലമല്ലേ. മീനെ അവര് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു. പോരെ വെള്ളച്ചാട്ടം കാണാൻ പോവാം. പോയേക്കാം. അവിടെ ചെല്ലുമ്പോൾ വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ എന്നായിരിക്കും. ആളുകള് ജീവിതം ആസ്വദിക്കുന്നതുണ്ടോ. വൈകുന്നേരം വരുന്നു, കുളത്തിൽ ചൂണ്ടയിടുന്നു, മീൻ പിടിക്കുന്നു, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അല്ലേ. പണി ചെയ്യുന്നു, മനസ്സിനൊരു സന്തോഷം. എല്ലാരും നമ്മളെ പോലെ പ്രായമായവരെ എല്ലാം കൊണ്ടുപോകുന്നാണോ പറഞ്ഞത്? ആയനാ നമ്മള് പോകുന്ന വഴി എല്ലാം കൊണ്ടുപോകണമെന്നെല്ലാം കണ്ടോ കുഞ്ഞി. പോലത്തെ ഒരു വളവ് കണ്ടോ? ഇതാണ് കമ്പംമട്ടിന്ന് കുഴുത്തളവിന് വരുന്ന വഴിക്കുള്ള ഒരു വളവാ കേട്ടോ. രാത്രിയൊക്കെ വണ്ടിക്കാർ വന്നാൽ നേരെ ഈ വഴിയിലോട്ട് ഇങ്ങ് പോരും. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വരും അല്ലേ. ഇതാണ് വളവ് കേട്ടോ. സുമതി വളവെന്ന് പറഞ്ഞ പോലെ. അതെ, പോലെ ഒറ്റ വളവാ. ഇവിടെ പോകുന്ന വഴിയെല്ലാം നല്ല പച്ചപ്പ. അതെ, നല്ല രസമാ. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതുണ്ടോ, നേരെ പോകുന്നത് പാറക്കടവ് വഴി കൂട്ടാറ് പോകും. ഇടത്തോട്ട് പോയാൽ നമ്മൾ പുളിയമ്മല, കട്ടപ്പന, കുഴുത്തോളും ഒക്കെ പോകും. നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുഴുത്തോള്, കട്ടപ്പന, പുളിയമ്മലയൊക്കെ പോകും. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ പാറക്കടവ് വഴി കൂട്ടാറിന് പോകും. നമ്മള് കൂട്ടാറിന് പോകാനല്ലല്ലോ വന്നേ. ഞാൻ കൂട്ടാറിന് പോകാനല്ലേ ഇറങ്ങിയത് കുഞ്ഞേ. ഇതാണ് പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലം.
ഇതാ വാട്ടർഫാൾസ് എന്ന് മാത്രം പറയല്ലേ. ഇതാണെന്ന് പറഞ്ഞാൽ ഇത് വാട്ടർഫോൾസ് താഴോട്ട് കയറുമ്പോൾ നല്ല ഇച്ചൂടെ താഴേക്ക് ചാടുന്ന രീതിയിലുണ്ട് കേട്ടോ. ഇനി വലുതായിട്ട് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. തെറ്റിക്കരുത്. പോകൂ പോകൂ കുഞ്ഞേ, ആ ഇതാണ് പാറക്കടവ് വാട്ടർഫോൾസ്. മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഒഴുകി വരുന്നത്. നമ്മള് വാട്ടർഫാൾസ് ആയിട്ട് ഫോൾസ് ആയിട്ട് കുറച്ചുകൂടെ മേളിലാണ് ഉള്ളത്. ആ അവിടെ ഇറങ്ങണമെങ്കിൽ വലിയ പാടാ. മഴ പെയ്തെല്ലാം കിടക്കുന്നോണ്ടേ ആ ഭാഗമെല്ലാം തെന്നി കിടക്കുക, ഇല്ല പോകത്തില്ല. ഇവിടെ നല്ല അടിപൊളി വ്യൂ അല്ലേ, ഉണ്ടോ? നല്ല രസമല്ലേ കാണാൻ. വരുന്ന വഴി കാണാനല്ലേ. ഒരു സൈഡ് കണ്ടോ, ഒരു സൈഡ് ഫുള്ള് മലയാ കണ്ടോ. ഒരു സൈഡ് ഒരു സൈഡ് പൊക്കത്തിലോട്ട്, മൊത്തം മലയാ കണ്ടോ. ഒരു സൈഡ് പൊക്കത്തിലോട്ടും ഒരു സൈഡ് താഴോട്ടും. അത് കണ്ടോ, പോയി വെള്ളച്ചാട്ടം കണ്ടോണ്ട് നിൽക്കുന്നുണ്ടോ. നിങ്ങളെവിടെ കയറി പോയതാ? വെള്ളച്ചാട്ടം കാണാവോ നോക്കാൻ വന്നതാ. അവിടെ നിന്നാലോ? കാണാവോ? കാണാം കാണാം കാണാം. ഇവിടെ നിന്നാലാ കാണത്തില്ല അതല്ലേ. പക്ഷെ ഇറങ്ങി പോണെങ്കി പാടാ, അവിടെ എല്ലാം വഴിയില്ല അങ്ങോട്ട് പോകാൻ. എന്നാ ഇറങ്ങി പോരെ. മേളിലോട്ടോ? അല്ല മേളിലോട്ട് വഴിയുണ്ടല്ലോ ഒത്തിരി. മേളിലോട്ട് വഴിയുണ്ടോ? മേളി വീടുണ്ടെന്ന് തോന്നുന്നു, വഴിയുണ്ട്. പറമ്പിലോട്ട് പോകുന്ന വഴിയാ. പക്ഷെ കേറി അവിടെ ചെല്ലണമെങ്കിൽ കുരിശുമല കയറുന്ന പോലെയാ. പോയേക്കാം. ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് നമ്മൾ കൂട്ടാറിന്ന് പാറക്കടവിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. ഡൈമുക്ക് എന്നാ ഈ സ്ഥലത്തിന്റെ പേര്. ഡൈമുക്ക് എന്ന് പറഞ്ഞാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇതാ ഡൈമുക്ക് പാലം. ഇത് കണ്ടോ കുഞ്ഞി, ഇതാണ് ഡൈമുക്ക് പാലം. ഇവിടുന്ന് കാണുമ്പോൾ നോർമൽ പാലമാണ്. സൈഡിലേക്കുള്ള വ്യൂ നോക്കണം. എങ്ങനെയുണ്ട് കുഞ്ഞി ഡൈമുക്ക് പാലത്തെ എന്നുള്ള വ്യൂ? എങ്ങനെയുണ്ട്? നല്ല ഇല്ലിയും എല്ലാമായിട്ട് തെളിഞ്ഞ വെള്ളവും കൂടെ വരുവാണെങ്കിൽ നല്ല രസമല്ലേ. ഈ ഇല്ലിമുളം കാടുകൾ കാണാൻ നല്ല രസം എവിടെയാണേലും അല്ലേ. ആറിന്റെ സൈഡിൽ കൂടെ എല്ലാം ഉണ്ടല്ലേ. അതിലും നല്ല രസമാവും കുഞ്ഞി. ഈ സൈഡ് എടുത്ത്, ഈ സൈഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വരുന്നുണ്ട്, ഓട്ടോ വരുന്നുണ്ട്. അടിപൊളിയല്ലേ. ഇവിടെ ഞാൻ മിക്കവാറും വരുന്ന കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണേ. ഞാൻ ഇതിലെ ഇങ്ങനെ മേളിലേക്ക് ഒരു വഴിയുണ്ട്, അവിടെ നമ്മുടെ ഒരാളുടെ ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു. അതിലെ കുറെ സാധനമൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരുന്നു. ഇതിലങ്ങോട്ട് മേലോട്ട് വീടുകളുണ്ടോ? പിന്നെ ഇതിലെ അങ്ങോട്ട് കയറിയാൽ വീണ്ടും ആ മെയിൻ റോഡിൽ തന്നെ ചെല്ലും. പക്ഷെ നല്ല രസം, മുഴുവൻ ഏലത്തോട്ടോ. എവിടെ ചെല്ലും? നമ്മൾ പാറക്കടയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയില്ലേ, കുടിത്തോളിന് പോകുന്ന വഴി, ആ വഴിയിലേക്ക് കയറി ചെല്ലും. അതുകൊണ്ടോ നല്ല അടിപൊളി കൊടിത്തോട്ടമല്ലേ ഇത്. സൂപ്പർ കൊടിത്തോട്ടം. ഏലം ഉണ്ട് കേട്ടോ, ഏലത്തിന്റെ ഇടയിൽ കൂടെയാ കൊടി. ഇത് നമ്മള് ഈ മെയിൻ റോഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഉൾനാട്ടിലോട്ട് ഉള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മള് ഈ ഇട റോഡുകൾ കയറി പോവാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഈ ആറിന്റെ സൈഡിൽ കൂടെ അങ്ങ് വരെ ഇല്ലാന്ന് തോന്നല്ലേ. ഇതങ്ങനെ ഇത് നേരെ കൂട്ടാറ്റിലോട്ടാ. നമ്മൾ അവിടെ കൂട്ടാറ് പാലത്തിന്റെ അവിടെ ഉണ്ടല്ലോ, ഇല്ലല്ലേ? ഉണ്ട്. കാണാൻ നല്ല രസം. എന്ത് കാലല്ലേ, അതുകൊണ്ടാണ് വെട്ടിക്കൊണ്ട് പോയാ നല്ല ഭയങ്കര വണ്ണമുള്ള പൊക്കമുണ്ട് നല്ല. എന്നാ പിന്നെ പോയ കാല. ഇനിയിപ്പം ഇന്നത്തെ കലാപരിപാടി ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങളെ വീട്ടിൽ വലിയൊരു ടൂറായിരുന്നു. ഒരു രസമായില്ലേ? ഇതിലേക്ക് ഇറങ്ങി അതിലേക്ക് ഇറങ്ങി പോകും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.